നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സർക്കാർ ഏറ്റവും മികച്ച ഭരണവുമായി മുന്നോട്ടു പോവുകയാണെന്ന് ബി.ജെ.പി. കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ. ശ്രീകാന്ത്. പാവപ്പെട്ടവരുടെ പുരോഗതി ലക്ഷ്യമാക്കിയുള്ള നിരവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നതെന്നും വാർത്താസമ്മേളനത്തിൽ കെ. ശ്രീകാന്ത് വിശദീകരിച്ചു. അത്യാധുനികവും ലോക നിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു. ബെഡ്റൂമോ, ലിവിംഗ് റൂമോ, ഓഫീസോ, സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ. ആർട്ടിക് ഫർണിച്ചർ, കാസർഗോഡ്, ഉപ്പള, മാംഗ്ലൂർ, കാഞ്ഞങ്ങാട്, വടകര. 2014 പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം തുടർച്ചയായിട്ട് മൂന്നാം തവണയും അധികാരത്തിൽ തുടരുന്ന ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം സർക്കാർ വിവിധ മേഖലകളിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മാതൃകാപരമായിട്ടുള്ള ഭരണം കാഴ്ചവെച്ച് വരികയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരെ അവരുടെ പുരോഗമനം ലക്ഷ്യം വെച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള പദ്ധതികൾ നരേന്ദ്രമോദി സർക്കാർ ആവിഷ്കരിച്ച് വരികയാണ്. അതിൽ സാധാരണ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കുടിവെള്ളം, പാർപ്പിടം, വൈദ്യുതി, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട്, ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു പദ്ധതി പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരതി പദ്ധതി. അതനുസരിച്ച് 5 ലക്ഷം രൂപ വരെയുള്ള കിടത്തി ചികിത്സ പൂർണ്ണമായിട്ടും സൗജന്യം നൽകുന്ന പദ്ധതി. അത് ലോകത്തിൽ തന്നെ ഏറ്റവും ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള പദ്ധതികൾ ജനങ്ങൾക്ക് വേണ്ടി ആവിഷ്കരിച്ച് വരികയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പൊതുവായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവും നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അത് മൊത്തം രാജ്യത്തിൽ നടക്കുമ്പോൾ കേരളത്തിലും അത് വളരെ ശക്തമായിട്ട് നടക്കുകയാണ്. കേരളത്തിന്റെ റെയിൽവേയുടെ വികസനവും ഹൈവേയുടെ, ദേശീയപാതയുടെ വികസനവും ത്വരിതഗതിയിൽ നടക്കുകയാണ്. ബി.ജെ.പി. ജില്ലാ ജനറൽ സെക്രട്ടറി എൻ. ബാബുരാജ്, കർഷക മോർച്ച സംസ്ഥാന സെക്രട്ടറി കുഞ്ഞിക്കണ്ണൻ വി. ബളാൽ, ബി.ജെ.പി. ജില്ലാ സെക്രട്ടറിയും ബി.ജെ.പി. ബദിയടുക്ക പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ കെ.എം. അശ്വിനി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.